2019 കേരളത്തെ ഞെട്ടിച്ച കോളിളക്കമുണ്ടാക്കിയ സജിത കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതി ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷാവിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 2019-ലുണ്ടായ കൊലപാതക കേസ്, ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം തന്നെ ഈ വർഷം ജനുവരിയിൽ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അതുപോലെ തന്നെ പ്രായമായ അമ്മ ലക്ഷ്മിയെയും അവിടെ നാട്ടിലെത്തിക്കൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇരട്ടക്കൊലപാതകമായിരുന്നു അന്ന് ചെന്താമര അവിടെ നടത്തിയത്. അതിൽ തുടർ നടപടികളൊക്കെ പുരോഗമിച്ചു വരുന്നതിനിടെയാണ് 2019-ലുണ്ടായ സജിത വധക്കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷാവിധി പറഞ്ഞിരിക്കുന്നത്. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷാവിധി. നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ശിക്ഷാവിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ ഒരു ചെയ്തത് തെറ്റായിപ്പോയി എന്ന ഒരു തോന്നലും ചെന്താമരയുടെ മുഖത്ത് നമുക്ക് ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിലോ വിചാരണയുടെ ഘട്ടത്തിലോ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കൂടോത്രത്തിലും അതുപോലെ തന്നെ ദുർമന്ത്രവാദത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയും അതുപോലെ തന്നെ അയൽവാസികളായ പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമര ഉറച്ചു വിശ്വസിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വൈരാഗ്യം ഇവരോടുണ്ടാവുകയും 2019-ൽ ചെന്താമര സജിതയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു അവിടെ നെന്മാറയിലെത്തി ഈ വർഷം ജനുവരിയിൽ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്ന ഭീകരത, കൊടും ക്രൂരത കേരളം കണ്ടത്. അതിന് പിന്നാലെ തന്നെ അവിടെ നിന്ന് ഒളിവിൽ പോയ ചെന്താമരയെ മണിക്കൂറുകൾ എടുത്തുകൊണ്ട് തന്നെയായിരുന്നു അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്തത്. എന്തായാലും മറ്റ് 2 കേസുകൾ കൂടി അവിടെയുണ്ട്. കൊലപാതക കേസുകൾ. അതിൽ ഇനിയും വിചാരണ നടന്ന് പൂർത്തിയായ ശേഷം ശിക്ഷാവിധി വരേണ്ടതുണ്ട്. ഇപ്പോൾ 2019-ലെ സജിത വധക്കേസിലാണ് കോടതി വിധി പറഞ്ഞത്. ചെന്താമരയെ തൂക്കിലേറ്റണം, വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു. സജിതയുടെ 2 മക്കൾ, 2 പെൺകുട്ടികളാണ്.